ഡിവോഴ്സ് ചെയ്തുകൊണ്ട് ബന്ധങ്ങളിൽ അടുപ്പം കൂട്ടാം. നിയമപരമായ വേർപിരിയലിനെ കുറിച്ചല്ല പറയുന്നത്, സ്ലീപ്പ് ഡിവോഴ്സ് എന്ന രീതിയെക്കുറിച്ചാണ്. സ്ലീപ്പ് ഡിവോഴ്സ് ചെയ്യുന്നവർ വ്യത്യസ്തമായ മുറികളിലോ അതല്ല എങ്കിൽ ഒരു മുറിയിൽ തന്നെ വ്യത്യസ്തമായ ബെഡുകളിലോ ആണ് കിടക്കുക. സ്ലീപ്പ് ഡിവോഴ്സ് എങ്ങനെയാണ് ബന്ധങ്ങളുടെ അടുപ്പം കൂട്ടുന്നതെന്നറിയോ? അതായത് നല്ലൊരു ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമാണ്. അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല ദേഷ്യം വരും. പങ്കാളിയുടെ കൂർക്കം വലി കാരണം ഉറങ്ങാൻ കഴിയാതെ പോകുന്ന ഒരുപാട് പേരുണ്ട്. വ്യത്യസ്തമായ സ്ലീപ്പ് ഷെഡ്യൂൾ കാരണം ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് പേരുണ്ട്. വ്യത്യസ്തമായ റൂം ടെമ്പറേച്ചർ കാരണം അല്ലെങ്കിൽ ചില രീതികളുണ്ട്. റൂം ടെമ്പറേച്ചറിൽ വരുന്ന വ്യത്യാസങ്ങൾ, മാട്രസിലുള്ള വ്യത്യാസങ്ങൾ, ഉറക്കക്കുറവ് മറ്റൊരു പങ്കാളിയുടെ ഉറക്കത്തെ കൂടി ബാധിക്കുന്ന തരത്തില് ഈ ഒരു സമയത്ത് സ്ലീപ്പ് ഡിവോഴ്സ് ചെയ്യുന്നത് വഴി ബന്ധങ്ങളുടെ അടുപ്പം കൂടും, നല്ലൊരു ഉറക്കം കിട്ടും. അതല്ല എങ്കിൽ ഉറക്കക്കുറവിനെ കുറിച്ചുള്ള ആ ഒരു ഹിഡൻ ആയിട്ടുള്ള കുറെ പരാതികൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. അത് ബന്ധത്തിൽ അകലം കൂട്ടിക്കൊണ്ടേയിരിക്കും. റിലേഷൻഷിപ്പിലുള്ള മറ്റെല്ലാ ലെവലിലെ ഇന്റിമസിയും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എല്ലാ അടുപ്പവും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് മാത്രമേ സ്ലീപ്പ് ഡിവോഴ്സിന് ഒരുങ്ങാൻ പാടുള്ളൂ. അപ്പോൾ മാത്രമാണ് റിലേഷൻഷിപ്പിന്റെ അടുപ്പം കൂടുന്നത്. രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് എടുക്കേണ്ട തീരുമാനവുമാണ് സ്ലീപ്പ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. സ്ലീപ്പ് ഡിവോഴ്സ് ചെയ്തുകൊണ്ട് ബന്ധങ്ങളിൽ അടുപ്പം കൂട്ടിയവർ ധാരാളമാണ്.